മാറുന്നു എന്നാണ്. പക്ഷേ ഷാക്കിറിനെ പോലെയുള്ളവർ പറയുന്നത് അത് തീരുമാനത്തിൽ നിന്ന് മാറ്റമല്ല, പിന്നോട്ട് പോക്കല്ല, ഒരു ചെറിയ മാറ്റം. അതായത് 3 തവണ ജനപ്രതിനിധികൾ ആയിരുന്നവർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക, അങ്ങനെ മാറി നിന്നവരെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും 3 തവണ വിജയിച്ചവർ ഒരു സാമാന്യ പ്രായമുള്ളവരായിരിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ പ്രായം ചെന്ന ആളുകളെ വീണ്ടും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യുവാക്കൾക്ക് അവസരം കുറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമോ എന്നതാണ് ചർച്ച. അവിടെ ഷാക്കിർ പറയുന്നു അതിലൊരു പരിഭവവും യുവാക്കൾക്കില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹി കൂടിയാണ്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ യൂത്ത് ലീഗ് ഈ തീരുമാനത്തിൽ പൂർണ്ണമായും തൃപ്തരാണോ? ഷാക്കിർ പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 15 കൊല്ലം തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്ത ആളുകളാണ് 3 തവണ ജനപ്രതിനിധികളായവർ എന്ന് പറയുന്നത്. അത് വലിയ ഒരു കാലയളവാണ്. മാത്രമല്ല, വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം ഉണ്ടാകണമെന്ന് വളരെ യൂത്ത് ലീഗിന്റെയും അതുപോലെ യുവജന രാഷ്ട്രീയ സംഘടനകളുടെയും പ്രഖ്യാപിത നിലപാട്. അതിൽ നിന്നുള്ള അതിവേഗമുള്ള ബഹുദൂരമുള്ള പിന്നോക്കം പോക്കായിട്ട് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ തീരുമാനത്തിൽ വെള്ളം ചേർക്കുന്നതിൽ ആർക്കും അസംതൃപ്തിയില്ല. അവിടെ ശ്രീ റഹ്മത്തുള്ള 3 തവണ മത്സരിച്ചു എന്നത് മാത്രമല്ല എന്ന് തോന്നുന്നു, 3 തവണ ജനപ്രതിനിധികളായിരുന്നവർ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ ടേം ആണല്ലോ. 3 തവണ എന്ന് പറഞ്ഞാൽ 15 വർഷം ജനപ്രതിനിധികളായിരുന്നവർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത തവണ ഷാക്കിറിലേക്ക് പോകുമ്പോൾ അദ്ദേഹം അതിൽ തിരുത്തുണ്ടെങ്കിൽ തിരുത്തും. 3 തവണ മത്സരിക്കുകയും ജനപ്രതിനിധികളാവുകയും ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം തന്നെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചു എന്നതാണ് സത്യം. അതുകൊണ്ട് പിന്നാലെ വരുന്നവർക്ക് വഴിമാറിക്കൊടുക്കണം എന്നതാണ് സത്യം. യൂത്ത് ലീഗിൽ അങ്ങനെ വഴിമാറി കിട്ടിയാൽ മത്സരിക്കാൻ കഴിയുന്ന വലിയ ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഈ പിന്നോക്കം പോക്കിനെ പാർട്ടിയെ വീണ്ടും വൃദ്ധന്മാർ തന്നെ രംഗത്ത് വരട്ടെ എന്ന തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അനിവാര്യമായ ഘട്ടങ്ങളിൽ 1-2 ആൾക്ക് കീഴ്വഴക്കം തെറ്റിച്ച് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചല്ല. മുസ്ലിം ലീഗ് 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് പറയുന്നതോടെ ഒരുപാട് ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ മോഹങ്ങളുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ജനപ്രതിനിധികളായാൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന വലിയ ഒരു വിഭാഗം യുവാക്കളുടെ അവസരമാണ് ഈ പിന്നോക്കം പോകുന്നതിലൂടെ നഷ്ടമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങൾക്ക് അവരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന തീരുമാനം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും എന്നതാണ് സത്യം. ശ്രീ ഷാക്കിർ, ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീ ഷാക്കിർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അദ്ദേഹം ഇപ്പോൾ ശ്രീ ഷാക്കിർ കേൾക്കാമോ? അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തകരാറുണ്ട്. എന്തായാലും ശ്രീ KP റഹ്മത്തുള്ള നേരത്തെ ഷാക്കിറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ ഒരു തീരുമാനവുമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന രീതി യൂത്ത് ലീഗിനില്ല എന്നാണ്. പരസ്യമായി അവർ അങ്ങനെ വെല്ലുവിളിച്ചൊന്നും വരാറില്ല എങ്കിൽ പോലും സ്വാഭാവികമായും ഇതിൽ ലീഗിനുള്ളിലൊരു അമർഷമോ വിയോജിപ്പോ ഒക്കെ. ഷാക്കിർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഷാക്കിർ, താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ KP റഹ്മത്തുള്ളയുടെ വാക്കുകൾ? അല്ല, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലല്ല പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, യൂത്ത് ലീഗിന്റെ ലീഡർഷിപ്പ് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൃത്യമായി 3 തവണ മത്സരിച്ച ആളുകൾക്ക് അവസരം കൊടുക്കല്ല. ഐക്യകണ്ഠേന ആ ത്രിതല പഞ്ചായത്തിൽ ഏതെങ്കിലും ഇല്ലയോ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ മത്സരിക്കുന്ന ആളുകൾക്കല്ല, അവിടുത്തെ ജനങ്ങൾക്കും മുന്നണിക്കും പാർട്ടിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത്തരം ആളുകൾ മത്സരിപ്പിക്കുന്നുള്ളൂ. അതെങ്ങനെ കണക്കേണ്ട കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ സംവരണം എന്ന് പറഞ്ഞാൽ 60% സംവരണം വരുന്നുണ്ട്. 50% വനിതാ സംവരണം, പിന്നെ ഹരിജൻ സംവരണം, പിന്നെ വനിത വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വരുന്നുണ്ട്. ഒരു 40% മാത്രമേ ജനറൽ സീറ്റായി വരുന്നുള്ളൂ. ആ ജനറൽ സീറ്റ് തന്നെ ആ ആളുകൾക്ക് മത്സരിക്കാനുള്ള അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ വേണം. അല്ലാണ്ട് KP റഹ്മത്തുള്ള പറയുന്നത് പോലെ വൃദ്ധന്മാരെ മുഴുവൻ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയല്ല. അങ്ങനെ ഒരിക്കലും നടക്കൂലല്ലോ. ഐക്യകണ്ഠന കൃത്യമായി പറയുന്നുണ്ട്. ഒരു മാറുന്നവർ ഐക്യകണ്ഠന പാർട്ടി അത് സമൂഹത്തിനും പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ സർക്കുലർ കൃത്യമായി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എല്ലാ 3 തവണ മത്സരിച്ച ആളുകൾ വീണ്ടും 4ാമത് മത്സരിപ്പിക്കുകയല്ല. KP റഹ്മത്തുള്ള അത് മനസ്സിലാക്കിയെന്ന് എനിക്ക്. എന്തായാലും താങ്കൾ ടെലിഫോൺ ബന്ധത്തിൽ റേഞ്ച് പ്രശ്നമാണ് എന്ന് തോന്നുന്നു. ശ്രീ KP റഹ്മത്തുള്ള, ഇതാണ് ഷാക്കിറിന്റെ വാക്കുകൾ. അതിൽ പരസ്യമായ ഒരു പ്രതികരണമോ വിയോജിപ്പോ ഷാക്കിർ രേഖപ്പെടുത്തുന്നില്ല. അതേ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹിയാണ് എന്ന് താങ്കൾക്കും അറിവുള്ളതാണ്. പക്ഷേ
അതാണ് യൂത്ത് ലീഗിനുള്ളിൽ പ്രതിഫലിക്കുന്നത് എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? യുവാക്കളായിട്ടുള്ള ആളുകൾ, ഈ മുഖ്യധാരയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഇതൊരു അമർഷവും എതിർപ്പും ഉണ്ടാക്കുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അനിവാര്യമായ ഘട്ടങ്ങളിൽ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ഇദ്ദേഹം ആകണമെന്ന് 3 തവണ ജനപ്രതിനിധിയായതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒന്നടങ്കം തീരുമാനിച്ച 1-2 പേരെ മത്സരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ വിയോജിപ്പ് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന പുതിയ തലമുറക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമായി ഇത് മുസ്ലിം ലീഗിൽ മാറുമോ എന്ന ആശങ്ക എനിക്ക് കൃത്യമായിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിൽ നേതൃസ്ഥാനത്തുള്ളവരൊക്കെ ആ രീതിയിൽ ഒരു തവണ വന്നാൽ പിന്നീട് മാറാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ ഇപ്പോൾ നിയമസഭയിലുള്ള ആളുകളുടെ പ്രായമൊക്കെ അല്ലെങ്കിൽ MP സ്ഥാനത്തുള്ളവരുടെ പ്രായമൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ 70-ന് മുകളിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു ചെറിയ ഇളവ് കൊടുത്താൽ പോലും അതിലൂടെ ഒരുപാട് ആളുകൾ കയറി വരുന്ന ഒരവസ്ഥ സംജാതമാകുമെന്ന ഭയപ്പാടോടുകൂടിയാണ്. അല്ലാതെ മുസ്ലിം ലീഗ് തെറ്റായ തീരുമാനം എടുക്കുന്നു എന്ന രീതിയിലല്ല. മുസ്ലിം ലീഗ് വളരെ കർശനമായി തന്നെ ഈ വ്യവസ്ഥ നടപ്പാക്കിയാൽ മാത്രമേ പുതിയ തലമുറയ്ക്ക്, ന്യൂ ജനറേഷനിൽപ്പെട്ട മുസ്ലിം ലീഗിന് ഒരുപാട് സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരുപാട് സംഭാവന അർപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്കുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് നേരത്തെ എടുത്ത തീരുമാനം വളരെ കർശനമായി തന്നെ പാലിക്കണം. അനിവാര്യമായ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായ പരിശോധനയോടുകൂടി വളരെ ചുരുക്കം ചില ആളുകൾക്ക് അങ്ങനെ അവസരം കൊടുക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞു 40% മാത്രമേ ജനറൽ സീറ്റ് ഉള്ളൂ എന്ന്. വനിതാ സംവരണം വന്നപ്പോൾ തന്നെ യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെട്ടു. അതുപോലെ മറ്റ് സംവരണങ്ങൾ വരുന്നതും യുവാക്കൾക്കാണ് അവസരം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പരമാവധി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗിന്റെ തീരുമാനം മാറണമെന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, വളരെ നന്ദി ശ്രീ ഷാക്കിർ. അതോടൊപ്പം തന്നെ KPO റഹ്മത്തുള്ള ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആയിരുന്നു നേരത്തെ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരുന്നത്. 3 ടേമിൽ വിജയിച്ചവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു തവണ മാറി നിൽക്കുക. പക്ഷേ അങ്ങനെ മാറി നിന്നവരെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമ്പോൾ അത് പിന്നോട്ട് പോക്കല്ല, മറിച്ച് മുന്നോട്ട് പോവുകയാണ്. വിജയസാധ്യത ഉള്ള ആളുകളെ, പാർട്ടിക്ക് കൂടി പ്രീതിയുള്ള ആളുകളെ ഐക്യകണ്ഠേനയാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെയും ഇപ്പോഴത്തെ നിലപാട്. ഇടവേള.